സാർ ടി പത്മനാഭന് 95 വയസ്സായി. സാഹിത്യ തറവാട്ടിലെ ഒരുപക്ഷെ ഏറ്റവും പ്രായം ചെന്ന കാരണവരായിട്ട് പത്മനാഭൻ ഇപ്പോഴും അല്പം വാർദ്ധക്യത്തിൻ്റെ അസ്ഖ്യതകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും അത്യാവശ്യം ആക്റ്റീവാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ സാഹിത്യ ജീവിതം, അതുകൂടാതെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ നീട്ടുന്ന രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടൽ, ആ ഇടപെടലുകളിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെയുള്ള പെരുമാറ്റം, അതും ഒരു പക്ഷേ സാഹിത്യകാരൻ്റെ ഒരു ഭാവമാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ടി പത്മനാഭൻ്റെ ഗൗരി ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥ. ടി പത്മനാഭന് ഞാൻ എൻ്റെ കൗമാരകാലത്ത് ശ്രദ്ധിക്കുന്നത് ഒരു അപവാദത്തിലൂടെയാണ്. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ മനോരമ മാതൃഭൂമി വാർഷിക പതിപ്പുകൾ ഇറങ്ങുമല്ലോ, ഓണപ്പതിപ്പ്, വാർഷിക പതിപ്പ് എന്നൊക്കെ പറഞ്ഞിറങ്ങും. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ ചെറുകഥ ടി പത്മനാഭൻ്റെ ആയിരിക്കും. അതന്ന് ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, ടി പത്മനാഭൻ്റെ നിർബന്ധമാണ് എൻ്റെ കഥയായിരിക്കണം ആദ്യം. അപ്പോൾ അന്ന് തകഴിയുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, കേശവദേവുണ്ട്, പൊൻകുന്നം വർക്കിയുണ്ട്. ഇവരൊക്കെയുള്ള കാലത്താണ് ടി പത്മനാഭൻ, അവരുടെ അത്രയും തലപ്പൊക്കം അന്ന് ടി പത്മനാഭന് ആയിട്ടില്ല, യുവാവാണ്. ബട്ട് ടി പത്മനാഭൻ അന്ന് ഇൻസിസ്റ്റ് ചെയ്യും, എൻ്റെ കഥ ആദ്യം കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണ്ട. മനോരമയും മാതൃഭൂമിയും അത് സമ്മതിച്ചിരുന്നു. ബാക്കി സാഹിത്യകാരന്മാർ ഇത് എത്രാമത്തേതായിട്ട് എൻ്റെ കഥ വരുന്നു എന്ന് അവർ എണ്ണി നോക്കാറില്ല. ആദ്യമായിട്ടാണോ, എനിക്ക് അവസാനമാണോ, ഇടയ്ക്കാണോ, ഇതൊന്നും തകഴിക്കും ദേവിനും പൊൻകുന്നം വർക്കിക്കൊന്നും പ്രശ്നമില്ല. കാരണം അവിടെ പോയി മുട്ടുമുറിപ്പ് കിടന്നാണ് ഒരു കഥ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത്. അതെവിടെ കൊടുത്താലും ഞാൻ കൊടുത്തില്ലെങ്കിലും അവർക്കൊന്നുമില്ല. അപ്പോൾ പത്മനാഭൻ അങ്ങനെ ആയിരുന്നില്ല, എൻ്റേത് ആദ്യം വരണം. അപ്പോൾ അതിന് പിൽക്കാലത്ത് പത്മനാഭൻ പറഞ്ഞ ന്യായം, ഈ ചെറുകഥ എന്തോ ഒരു കുറഞ്ഞ പരിപാടിയാണ് എന്നൊരു ധാരണ അന്ന് മലയാളത്തിൽ നിലവിലുണ്ടായിരുന്നു. ഒരു കഥ ചെറുതാക്കാനാണ് പാട്, വലുതാക്കാൻ നീണ്ട കഥയോ നോവലോ എഴുതാൻ പ്രയാസമില്ല. നിങ്ങളങ്ങ് എഴുതിക്കൊണ്ടിരുന്നാൽ മതി, അതെവിടെയെങ്കിലും ചെന്ന് തീരും. ഇതങ്ങനെയല്ല, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഹൃദയസ്പർശിയായിട്ട് ആറ്റിക്കുറുക്കി ചെറുകഥയാക്കുക. ഈ ആറ്റിക്കുറുക്കുന്ന ആ പ്രോസസ്സിലാണ് ഈ സാഹിത്യകാരൻ്റെ സാമർഥ്യവും അയാളുടെ ഹൃദയവും ഉരുകുന്നത് ആ സമയത്താണ്. അതങ്ങനെ ഉരുകി ചെറുതായിട്ട് കിട്ടുന്ന ഒരു കൃതിയാണ് ചെറുകഥ. അത് അത്ര എളുപ്പമല്ല, ചെറുകഥ എഴുതാനാണ് ഏറ്റവും പ്രയാസം എന്നൊക്കെ അന്ന് അദ്ദേഹം തർക്കിച്ചിരുന്നു. പിന്നീട് ഇത്തരം കാര്യങ്ങളിൽ തർക്കവും ഉണ്ടാവാറില്ല, ആ വക ചർച്ചയും മലയാളത്തിലില്ലാതെ പോയി. പത്മനാഭൻ്റെ സാഹിത്യ സംഭാവനകൾ, രാഷ്ട്രീയ സാമൂഹ്യ സംഭാവനകൾ സാറെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പത്മനാഭന് ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ ശ്രദ്ധിക്കുന്ന കഥാകാരനാണ്. അന്ന് ഞാനൊരു 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ടൈമിൽ അദ്ദേഹത്തിൻ്റെ കഥ വായിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അയാൾ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം കഥാപാത്രമാണ്. ഈ ഉത്തമ പുരുഷ ഏകവചനം വെച്ചിട്ട് ഞാൻ, എൻ്റെ എന്നൊക്കെയുള്ള പദങ്ങൾ കഥകളിൽ ആവർത്തിച്ച് വരുന്നത്, ഇത് മറ്റുള്ളവരുടെ കഥ ഒരാൾ പറയുന്ന പോലെയാണല്ലോ പഴയ സ്റ്റൈൽ. ഇതിൽ ഈ കഥാകാരൻ തന്നെ കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമായിരുന്നു എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. പിന്നീട് ഞാൻ പത്മനാഭനെ കുറിച്ച് കേൾക്കുന്ന ഒരു വാർത്തയാണ്, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡ് വേണ്ടെന്ന് വെച്ചു. അന്നത് ഞാനന്ന് വായിക്കുന്ന, വീട്ടിൽ വരുത്തി വായിക്കുന്നത് കേരളകൗമുദി പത്രമാണ്. കേരളകൗമുദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു, പത്മനാഭൻ സാഹിത്യ അക്കാദമി അവാർഡ് നിഷേധിച്ചു. അത് വലിയ കൗതുകം, അവാർഡൊക്കെ കിട്ടിയാൽ വേണ്ടെന്ന് വയ്ക്കുന്ന എഴുത്തുകാരുണ്ടോ എന്ന് തോന്നി. അന്ന് ഇങ്ങനെ സമ്മാനം നിഷേധിച്ചവരുടെ കൂട്ടത്തിൽ ഫ്രഞ്ച് എഴുത്തുകാരനായ ജീൻ പോൾ സാർത്ര നോബൽ സമ്മാനം നിഷേധിച്ചിട്ടുണ്ട് എന്നൊരു വാചകം ആ വാർത്തയുടെ ഒടുവിലെവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാഹിത്യ സംബന്ധമായ സംഭവങ്ങളുടെ വാർത്തകളായിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. അപ്പോൾ സമ്മാനം വേണ്ടാന്ന് വയ്ക്കുന്ന ആളൊരു വലിയ ആളായിരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നലും. അതേ തുടർന്നാണ് എനിക്ക് അദ്ദേഹം എഴുതുന്ന ഏത് കഥയും എവിടെ കണ്ടാലും വായിക്കണം. ഇപ്പോൾ മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ
വിശേഷപ്രതി തുറന്ന ആദ്യത്തെ കഥയാണ്. അപ്പം തീർച്ചയായിട്ടും അത് വായിക്കാൻ താല്പര്യപ്പെടുന്ന ആൾ അതൊന്നും നോക്കിപ്പോകും. അങ്ങനെ മകൻ സിംഗിൻ്റെ മരണം, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെയുള്ള കഥകൾ വായിക്കുന്നു. അപ്പോൾ മറ്റുള്ള ദേവിൻ്റെ, തകഴിയുടെ, എസ് കെ പൊറ്റക്കാടിൻ്റെ ഒക്കെ കഥകളിൽ നിന്ന് വളരെ ഭിന്നമായൊരു രചനാ രീതി ഇദ്ദേഹത്തിനുണ്ട്. അതിനകത്തൊരു നിശബ്ദതയുണ്ട്. ഏകാഗിയായ ഒരു മനുഷ്യൻ്റെ സഞ്ചാരവും ആത്മനിഷ്ഠമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ തോന്നും. നമുക്കൊരു വിങ്ങലുണ്ടാക്കുന്ന കഥകളായിട്ടാണ് അത്. എൻ്റെ കൗമാര മനസ്സിൽ അത് ഇങ്ങനെ ആ രചനാ രീതി കയറി അള്ളിപ്പിടിച്ചു. അങ്ങനെയാണ് പിൽക്കാലത്ത് ഈ പത്മനാഭൻ കഥകൾ ഫോളോ ചെയ്യാനൊക്കെ തോന്നിയത്. അതേ തുടർന്ന് പിന്നെ പത്മനാഭൻ്റെ കഥ എഴുതിയതിനേക്കാൾ കൂടുതൽ പത്മനാഭൻ സംസാരിക്കുകയായിരുന്നു, ഇൻ്റർവ്യൂസ് ആയിരുന്നു കൂടുതൽ വരുന്നത്. അപ്പോൾ പത്മനാഭൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹം ഒരു കോൺഗ്രസ് പക്ഷപാതിയാണ് എന്നും, പിന്നെ പത്മനാഭൻ കഥകളെ വിലയിരുത്തിക്കൊണ്ട് ആധുനിക വിമർശകന്മാർ രംഗത്ത് വരുന്നു, പ്രത്യേകിച്ചും KP അപ്പനെ പോലെയുള്ളൂ. അപ്പോൾ ആധുനിക കഥാസാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ് ഇദ്ദേഹം എന്ന് അപ്പൻ്റെയൊക്കെ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലായി. പത്മനാഭൻ, MT മാധവിക്കുട്ടി എന്നാണ് കഥാകാരന്മാരുടെ ലിസ്റ്റ് അവതരിപ്പിക്കുമ്പോൾ വരുന്നത്. അവിടെയും ഒരു പത്മനാഭനൊരു മുൻതൂക്കമുണ്ട്. അപ്പോൾ അന്ന് പിന്നെ ഈ പത്മനാഭനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് എറണാകുളത്തെ FACTയിൽ ഒരു ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പിൽക്കാലത്ത് ഈ ഇൻ്റർവ്യൂവിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് കാണും. അങ്ങനെയുള്ള സൂചന വരുന്നതും പത്മനാഭനോടൊരു ആരാധനയൊക്കെ തോന്നുന്നതും കാലത്താണ്. ഇങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ യാദൃച്ഛികമായി പത്രപ്രവർത്തനത്തിലൊക്കെ വന്നു. പിന്നെ കണ്ണൂരിൽ ലേഖകനായിരിക്കെ ഒരു ദിവസം ഒരാൾ എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഞാൻ പത്മനാഭൻ എന്ന് പറഞ്ഞു. വളരെ അഹങ്കാരം നിറഞ്ഞ ശബ്ദത്തിലാണ്. പിന്നെ ഞാനൊന്ന് അമ്പരന്നിട്ട് ഞാൻ പതുക്കെ എണീറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ ആരാധിക്കുന്ന വിഗ്രഹം എന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് വിനയപൂർവ്വം ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആധികാരികമായിട്ട് തൻ്റെ പേരെന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പരിചയപ്പെടുകയായിരുന്നു. അങ്ങനെ പത്മനാഭന് അപ്പോൾ ആ കാലത്ത് എനിക്കറിയാമെന്ന് കലാകൗമുദി, കേരളകൗമുദി കുടുംബവുമായിട്ടും പഴയ കൗമുദി ബാലകൃഷ്ണനൊക്കെ ആയിട്ട് പത്മനാഭനുള്ള അടുപ്പം. കലാകൗമുദിയിൽ ആയിടയ്ക്കോ മറ്റോ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വരികയും ചെയ്തു. അന്ന് അതിൽ വന്ന ചിത്രം കൊണ്ടാണ് എനിക്ക് പത്മനാഭനെ പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റിയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ MA ക്ലാസ്സിൽ പത്മനാഭൻ്റെ ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ പിന്നെ പഠിക്കാനുണ്ടായിരുന്നു ചെറുകഥ വിഭാഗത്തിൽ. അപ്പോൾ ആ കഥകളൊന്നും അങ്ങനെ MA ക്ലാസ്സിൽ പുസ്തകം വായിച്ച് പഠിപ്പിക്കലൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പത്മനാഭൻ്റെ കുറേ കഥകളും ആ കഥകളുടെ സവിശേഷതകളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ലെക്ചർ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മളെ കഥ, അതേ സ്വഭാവമുള്ള കഥ ഏതെങ്കിലും ഭാഷയിലോ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് കുട്ടികളുടെ പ്രകൃതമാണ്, അവരുടെ ജോലിയാണ്. ഇപ്പം നിരൂപണം, ആധുനിക കഥയുടെ സ്വഭാവം, ഇതൊക്കെ പഠിക്കുന്നതിൽ ഒരു പ്രധാന റെഫറൻസ് എപ്പോഴും പത്മനാഭനാണ്. എന്താണ് ഈ പത്മനാഭൻ കഥയുടെ സവിശേഷത? അത് മറ്റ് കഥകളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? MTയേക്കാൾ ആധുനികനാണോ പത്മനാഭൻ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കഥകളെ വെച്ചിട്ട് പഠനം നടത്തുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പത്മനാഭൻ നമ്മുടെ ചിന്തയിൽ സ്ഥാനം പിടിക്കുന്നത്. പത്മനാഭൻ്റെ രാഷ്ട്രീയം അന്ന് ദേശീയ രാഷ്ട്രീയമാണ്. കോൺഗ്രസ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രണേതാവാണ് അദ്ദേഹം. അതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. എല്ലാ സാഹിത്യകാരന്മാർ, തകഴി, ദേവ് തുടങ്ങി എല്ലാവരും ഒരു ഇടതുപക്ഷ ചായ പുലർത്തുന്നവരായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവർ ചൂട് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രകടമായും പ്രഖ്യാപിതമായും താൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന പത്മനാഭൻ്റെ രീതി. അപ്പോൾ അദ്ദേഹം പിന്നെ അങ്ങനെ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാട്, പക്ഷേ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം തന്നെ സ്വയം പിന്മാറി സംസാരിക്കുന്ന രീതിയും നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. പിന്നെ ആ നിലപാടിൽ നിൽക്കാൻ പ്രയാസമായി. അതാണ് അതെ. പിന്നീട് സുകുമാർ അഴീക്കോട് ഇതുപോലെ ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അതെ അതെ. പക്ഷെ പിന്നീട് നിക്കിക്കളിയിൽ എത്ര ന്യായീകരിക്കും? അത് അഴീക്കോട് ഒരു നല്ല തമാശ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരനാകണോ എന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ എന്നേക്കാൾ മുമ്പേ കോൺഗ്രസ് മരിക്കുമെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഇടതുപക്ഷ നേതാക്കളോട് ഉണ്ടാകുകയും പ്രത്യേകിച്ചും CPMക്കാരോട്.
അതിൻ്റെ ഒരു പ്രധാന പ്രേരണ ശക്തി എം.എ. ബേബിയാണെന്ന് ഞാൻ ഊഹിക്കുകയാണ്. കാരണം ബേബി ഈ എഴുത്തുകാരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ഉത്സാഹം കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആജന്മ ശത്രുവായ KP അപ്പനെ പോലും ബേബി വലയിലാക്കി കളഞ്ഞു. കാരണം EMSനെ കുറിച്ച് ഒരു ലേഖനം എഴുതി KP അപ്പൻ. അപ്പോൾ അത് KP അപ്പൻ എൻ്റെ സ്റ്റുഡൻ്റാണ് ബേബിയെങ്കിലും സ്റ്റുഡൻറ്റിനോടുള്ള ഒരു കൗതുകത്തിനുപരിയായിട്ട് ഇടതുപക്ഷത്തോടുള്ള വിമർശനം അദ്ദേഹം മയപ്പെടുത്തി കളഞ്ഞു അവസാന കാലത്ത്. പക്ഷേ P. ഗോവിന്ദപിള്ളയൊക്കെ അതിരൂക്ഷമായി ആക്രമിക്കുമായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൽഡായി. ബേബിയായിട്ടുള്ള സൗഹൃദത്തിൻ്റെ സ്വാധീനമായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുകയാണത്. അപ്പോൾ പത്മനാഭൻ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും രചനാപരമായ അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്കിൽ നിന്നുമൊക്കെ മാറി അദ്ദേഹം പിന്നീട് എഴുതാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ജീർണരേഖ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൗരി എന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കഥകളിലൊന്നായിട്ട് വാഴ്ത്തുന്നത്. അതിന് അതിമനോഹരമായ ഒരു അവതാരിക, അത് പിന്നീടൊരു വിമർശന ലേഖനമായിട്ട് പിന്നെ വാരികയിൽ വരികയും ചെയ്തു. അതര സിന്ദൂരം കൊണ്ടെഴുതിയ ഗൗരി കഥ എന്ന്. അത് KP അപ്പൻ്റെ അവതാരികയായിരുന്നു. അപ്പോൾ ആ അവതാരിക വായിച്ച് പുളകിതഗാത്രനായ പത്മനാഭനെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ ഓഫീസിൽ ചന്ദ്രിക ബിൽഡിങ്സിൽ ഞാനും അദ്ദേഹമായിട്ട് നല്ല അനുഭവമായിരുന്നു കുറേ കാലം. അന്ന് ഒരിക്കൽ വന്നപ്പോൾ എൻ്റെ കഥയെക്കുറിച്ച് എഴുതിയത് വേറൊരു നിരൂപകൻ്റെ പേര് പറഞ്ഞിട്ട് അയാളൊന്നും അല്ലല്ലോ KP അപ്പനാണ് എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥ അതാണ് എന്ന് അദ്ദേഹവും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും 95 വയസ്സ് സാർത്ഥകമായ ഒരു പ്രായമാണ്. അദ്ദേഹത്തിന് ദീർഘായുസ് നേരാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.